തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറി നാട്. പേവിഷബാധയെ തുടർന്ന് 2 പേർ മരിച്ച സാഹചര്യത്തിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പുമായി ചേർന്ന് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഒരാഴ്ചക്കിടെ 2 പേർ പേവിഷബാധയേറ്റ് മരിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് നാട്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ മരിച്ച 9 വയസ്സുകാരനാണ് ഏറ്റവും ഒടുവിൽ പേവിഷബാധ സ്ഥിരീകരിച്ചത്. പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മാവിൽ ചുവട്ടിൽ മുഹമ്മദ് ഹാദിയാണ് തിങ്കളാഴ്ച രാവിലെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. കഴിഞ്ഞ 15-ന് കപ്പൂർ പടിഞ്ഞാറങ്ങാടി താഴത്തങ്ങാടി സ്വദേശി മൈമൂനയും പേവിഷബാധയേറ്റ് മരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പേവിഷബാധ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് ആമിനക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു നായ അക്രമകാരിയാവുന്നതിന് മുന്നേ അതിനെ നിർമ്മാർജ്ജനം ചെയ്താൽ മാത്രമാണ് നമുക്കത് കൃത്യത്തിൽ അത് വന്ധീകരിച്ചാലും ഏറെക്കുറെ വന്ധീകരിച്ചു കഴിഞ്ഞാൽ പരികില്ല എന്ന് മാത്രമാണ്. സർക്കാർ ABC പദ്ധതിയിലൂടെ വന്ധീകരണമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും കൂടുതലായിട്ട് ഒരു പ്രദേശത്ത് കൂടുതൽ ആളുകൾ ഇങ്ങനെ പേവിഷബാധ വന്നിച്ച സാഹചര്യത്തിൽ എന്തെങ്കിലും നിയമപരമായി ചെയ്യാൻ പറ്റുമെങ്കിൽ പഞ്ചായത്ത് അത് താല്പര്യം എടുത്തുകൊണ്ട് ചെയ്യും. അതിനുവേണ്ടി സർക്കാരിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സൂചിപ്പിക്കുകയാണ്. മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ഒക്കെ നമ്മൾ ഏറ്റെടുക്കണം. ഇത് ജനകീയമായി തന്നെ നമ്മൾ ഇതിനെ നേരിട്ടാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നമ്മളെ കുട്ടികളെയും അല്ലെങ്കിൽ നമ്മളെ ഈ കടിയേൽക്കുന്നവരൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയും. അതുമായിട്ട് ബോധവൽക്കരണം ഇതിന് വലിയ അത്യാവശ്യമാണ്. പേവിഷബാധ ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, നായയുടെ കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഡോക്ടർ ഭാഗ്യനാഥ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്, ആന്റി റാബിസ് വാക്സിൻ നൽകേണ്ടതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, മെഡിക്കൽ ഓഫീസർ വിപിൻ കിഷോർ, വെറ്ററിനറി ഡോക്ടർ ബാലൻ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആശാവർക്കന്മാർ, അംഗനവാടി ജീവനക്കാർ, പൊതുപ്രവർത്തകർ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, പ്രദേശവാസികൾ തുടങ്ങിയവരും സംബന്ധിച്ചു. NCV ന്യൂസ് ത്രിതാല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.